പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ദേവയാനിക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജലജയുടെ അഹങ്കാരം കൂടുന്നുണ്ട്. എന്നിട്ട് ആദർശിനെ കുറ്റം പറയുകയും അതുപോലെ ആദർശിനെ കാണാതിരിക്കുന്നതും നന്ദുവിന് അപകടം പറ്റിയതും ഒക്കെ അവർ കേക്ക് മുറിച്ചും ഒക്കെ ആഘോഷിക്കുകയാണ്. ഇതൊന്നും നമ്മുടെ ദേവയാനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ജലജയെ ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മുടെ ദേവയാനി ഓരോരോ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആദ്യം തന്നെ ചന്തുമോളുടെ കാര്യം തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. ചന്തുമോളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് ചന്തുമോൾക്ക് വാരി കൊടുക്കുന്നതും ചന്തുമോളെ കുളിപ്പിക്കുന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജലജയെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് ദേവയാനി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അതിരാവിലെ തന്നെ നമ്മുടെ ദേവയാനി എഴുന്നേറ്റ് വന്നിട്ട് ജലജയെ വിളിച്ചുണർത്തുകയാണ്. ജലജയാണെങ്കിൽ ഒരു പണിയും ചെയ്യാതെ മൂക്കുമുട്ട തിന്നിട്ട് കിടന്നുറങ്ങുന്നതാണ് പതിവ്. അങ്ങനെ അതിരാവിലെ തന്നെ ജലജയെ വിളിച്ചുണർത്തുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഏട്ടത്തിക്ക് എന്താ രാവിലെ തന്നെ എന്നെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇങ്ങനെ വന്ന് വിളിച്ച് ഉണർത്തുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത്, നീ എഴുന്നേൽക്കണ്ടോ ജലജ, അല്ലെങ്കിൽ നവ്യയോട് ഞാൻ ഓരോ കാര്യങ്ങൾ തുറന്ന് പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേൽക്കാണ് ജലജ. എന്നിട്ട് എന്താ ഏട്ടത്തിക്ക് ഇപ്പം വേണ്ടത്, ഞാൻ എന്താ ചെയ്ത് തരേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ ചന്തുമോളുടെ കാര്യം ഇന്ന് മുതൽ എല്ലാ കാര്യവും നോക്കിക്കോണം. അവളെ കുളിപ്പിക്കുന്നതും പല്ല് തേക്കുന്നതും ആ കൊച്ചിന് ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ നീ തന്നെ ചെയ്യണം. നയനമോൾക്ക് ഇനി പഴയ പോലെ ശ്രദ്ധിക്കാൻ കഴിയണമെന്നില്ല. കാരണം അവളുടെ വയറ്റിൽ കുഞ്ഞ് വളരുകയാണ്. അപ്പോൾ അവളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതിനുകൊണ്ട് നീ അത് ഏറ്റെടുത്ത് ചെയ്യണം. അതിന് ഇനി നിൻ്റെ മരുമകൾ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് വന്നാൽ അതിനുള്ള മറുപടി നീ അങ്ങ് കൊടുക്കണം. നിനക്ക് പിന്നെ കള്ളത്തരം പറഞ്ഞ് പിടിച്ച് നിൽക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് നീ അത് ഭംഗിയായിട്ട് തന്നെ മാനേജ് ചെയ്യുന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് നീ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്തുമോളുടെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്തുമോൾക്ക് ജലജ ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഒന്ന് വായ കാട്ടിക്കൂട് കൊച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വായിൽ തിരികെ കൊടുക്കുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, നീ എന്നോടുള്ള ദേഷ്യം ആ കൊച്ചിനോട് തീർക്കണ്ട. ആ കൊച്ച് നിന്നെക്കുറിച്ച് എന്തെങ്കിലും പരാതി പറഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ വെച്ചേക്കില്ല, അറിയാലോ. ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ വെട്ടി തുറന്നങ്ങ് പറയും. പിന്നെ നിൻ്റെ ജീവിതം ഇവിടെയുള്ളത് അങ്ങനെ അവസാനിച്ചിട്ട് തെരുവിലേക്ക് നീ എന്നേക്കുമായിട്ട് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ദേവയാനിയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവൾ ചന്തുമോളെ സോപ്പിട്ടിട്ട് ഇങ്ങനെ വാരി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അത് പിന്നെ ഏട്ടത്തി ഇവൾ വായ തുറക്കാൻ ഞാൻ ആർക്കാലും ദേഷ്യപ്പെടില്ലേ, അതുകൊണ്ട് ദേഷ്യപ്പെട്ടതാണ്, അല്ലാതെ ഇവളോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് ജലജ. അങ്ങനെ ചന്തുമോൾക്ക് വാരി കൊടുക്കുന്ന കാഴ്ച കണ്ട് നവ്യ വരുന്നുണ്ട്. നവ്യക്ക് അത് കണ്ടിട്ട് അങ്ങനെ ദേഷ്യം വരികയാണ്. എന്നിട്ട് എന്താ അമ്മ ഈ ചെയ്യുന്നത്, ഈ വലിഞ്ഞു കയറി വന്ന കൊച്ചിനെ നിങ്ങൾ എന്തിനാണ് വാരി കൊടുക്കുന്നത്? എൻ്റെ മോൻ്റെ കാര്യങ്ങളല്ലേ നിങ്ങൾ നോക്കേണ്ടത്, എൻ്റെ കൊച്ചിനെ സ്നേഹിക്കുകയും ലാളിക്കുകയും ഒക്കെ അല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ, അത് പിന്നെ ഈ കൊച്ച് വല്ലാണ്ട് ഞാൻ തരണം എന്നൊക്കെ ഒന്ന് കരഞ്ഞപ്പോൾ, പിഞ്ചു കുഞ്ഞല്ലേ വെറുതെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി നമ്മളെന്തിനാ വെറുതെ ആ കൊച്ചിനോട് ദേഷ്യം കാണിക്കുന്നത്, അതുകൊണ്ടാണ് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം അങ്ങ് നവ്യയുടെ മുന്നിൽ നിന്ന് കഴിച്ചിലാവുകയാണ്. പക്ഷെ നവ്യക്കാണെങ്കിൽ ഇവർ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത്, അഭിയും ജലജയും ഒതുങ്ങി നിൽക്കുന്നതിലൊരു സംശയമൊക്കെ വരികയാണ്. ഇവരാരെയോ പേടിക്കുന്നുണ്ടല്ലോ, എന്തിനെയോ ഭയക്കുന്നുണ്ടല്ലോ, രണ്ടുപേരും ഭയക്കുന്നുണ്ട്. എന്തെങ്കിലും കള്ളത്തരം ഇവരുടെ മനസ്സിലുണ്ടോ, ഇവരൊക്കെ ഇവരുടെ ഭീഷണിയിൽ നിൽക്കേണ്ട കാര്യം എന്താ എന്നുള്ള ചിന്തയൊക്കെ നവ്യയുടെ മനസ്സിലോട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി നവ്യയോട് പറയുന്നുണ്ട്, എന്തായാലും കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ, നിൻ്റെ അമ്മയ്ക്ക് ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ നോക്കാതിരിക്കാനൊന്നും കഴിയത്തില്ല, അത്രയ്ക്ക് നല്ല അടുപ്പമാണല്ലോ ഈ കൊച്ചിനോടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുനവച്ചുള്ള സംസാരിച്ചുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ദേവയാനി പോയി കഴിഞ്ഞ ശേഷം ജലജ നവ്യ സോപ്പിടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ എൻ്റെ ഒരു അടവാണ്, ഇവരെ ഒന്ന് പിടിച്ച് ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്ലാനുകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത് അവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അഭിനയിച്ച് ഞാൻ ഓരോന്ന് ചെയ്യല്ലേ എന്നൊക്കെ ഇങ്ങനെ നവ്യയോട് പറഞ്ഞിട്ട് പിടിച്ച് നിൽക്കുകയാണ്. പക്ഷെ നവ്യയ്ക്ക് ഇത് അങ്ങ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും ഇവരെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, ഇവരെന്തിനാ ഭയക്കുന്നത് എന്നുള്ള സംശയമൊക്കെ നവ്യയുടെ മനസ്സിലോട്ട് വരികയാണ്.